to learn. A. Fill in the blanks. Choose words from the bracket. എന്താണ് നമ്മൾ ഈ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് കറക്റ്റ് ആയിട്ടുള്ള വേർഡ്സ് ഇവിടെ ഫില്ല് ചെയ്യാണ് വേണ്ടത്. ഫസ്റ്റ് വൺ, മെനി ഹൗസസ് ടുഗദർ മേക്ക് എ ഡാഷ്. അവിടെ പാർക്ക്, നൈബർഹുഡ്, രണ്ട് ഓപ്ഷൻസ് അവിടെ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ടുള്ളത് എഴുതാണ് വേണ്ടത് അല്ലേ? ഏതാണ് മോളെ ഇഫ്ര കറക്റ്റ് വൺ? Many houses together make a neighborhood. Neighborhood. Okay. Many houses together make a neighborhood. ഒരുപാട് വീടുകൾ കൂടി ഉള്ളതിനെ നമ്മൾ എന്ത് നൈബർഹുഡ് എന്ന് പറയും. Many houses together make a neighborhood. Okay. Then second one. We put letters in a dash. Letter box, hospital. Which one is the correct? Malavika, which is the correct answer? Second, we put letters. Letter box. Letter box. Okay. We put letters in a letter box. ലെറ്റർ ബോക്സിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ലെറ്റേഴ്സ് ഒക്കെ കൊണ്ട് ഇടുക അല്ലേ? ലെറ്റർ ബോക്സിലാണ് എപ്പോഴും നമ്മൾ ലെറ്റേഴ്സ് ഒക്കെ ഇടുക. പോസ്റ്റ് ഓഫീസുമായിട്ട് റിലേറ്റഡ് ആണ് ലെറ്റർ ബോക്സ്. ദെൻ തേർഡ്, വി ക്യാൻ ബൈ ഡാഷ് ഫ്രം എ പോസ്റ്റ് ഓഫീസ്. വെൻ വി ഗോ ടു എ പോസ്റ്റ് ഓഫീസ് ഫോർ ബൈയിങ് വിച്ച്? ജ്വല്ലറി ആൻഡ് സ്റ്റാമ്പ്. ഏതാണ് മോളെ അനിഹ? വിച്ച് ഇസ് ദ കറക്റ്റ് വേർഡ്? Stamp. Stamp. Yes. We can buy stamps from a post office. പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് നമുക്ക് എന്ത് സ്റ്റാമ്പ്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി പറ്റുക. അതിനു വേണ്ടി നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോകും അല്ലേ? Then traffic policemen help to control dash. Traffic or disease. ഏതാണ് ജുവൽ? Which is the correct word is there? Traffic. Okay. Traffic policeman help to control. Traffic is the correct word. Help to control traffic. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ളവർ എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്യണം കേട്ടോ. വെറുതെ ഇരിക്കരുത്. കറക്റ്റ് ആയിട്ട് നോക്കുക. ഏതെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ കറക്റ്റ് ചെയ്യാം. ഓക്കെ. Then hospitals have dash and nurses, doctors and dancers. ഡോക്ടേഴ്സും ഉണ്ട്, ഡാൻസേഴ്സും ഉണ്ട് എന്നാണ് പറയുന്നത്. സോ ഹോസ്പിറ്റലില് നേഴ്സസും പിന്നെ ആരാണുള്ളത്? ആരാണുള്ളത് കുര്യൻ? Doctors. Okay. Hospitals have doctors and nurses is the correct word. Then last, sixth one. Many shops together form a dash. എന്താണ് ശ്രീഹരി? Which is the correct answer is there? Many shops together from make a clinic or market. Which one is the correct? ശ്രീഹരി ഏതാണ് കറക്റ്റ്? Market. Market. Okay. Many shops together to make a market. ഒരുപാട് കടകള് ജോയിൻ ചെയ്യുമ്പോൾ ആണ് അത് എന്താവുക? ഒരു മാർക്കറ്റ് ആവുക അല്ലെ? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഒരു കട മാത്രമാണ് എവിടെയെങ്കിലും റെയർ ആയിട്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കടയാണെങ്കിൽ നമ്മൾ എന്താണ് അതൊരു മാർക്കറ്റ് ആണ് എന്ന് പറയോ? നോ. മാർക്കറ്റ് is many shops join together to form a market. Then dash put out fires. Dash put out fires is rockets and firemen. Which is the correct? Muhammad Nafi. Which is correct? Dash put out fires. Rockets and firemen. Firemen. Okay. Firemen put out fires. Right there. Firemen put out fires.
ഫിനിഷ് ചെയ്തല്ലോ. ഫസ്റ്റ് വൺ, many houses together make a neighborhood. And second, we put letters in a letter box. We can buy stamps from a post office. Traffic policemen help to control traffic. And hospitals have doctors and nurses. Many shops together form a market. And then firemen put out fires. Okay, finish. Then where will Ardi go to? Your next activity is where will Ardi go to? നമ്മുടെ ആള് വന്നിട്ട് നമ്മളെ വിളിക്കുന്നുണ്ടല്ലോ. അനിഹ പോയോ? ടീച്ചറിന്റെ ആള് വന്നിട്ടുണ്ടല്ലോ. ഒരു ഉമ്മ കൊടുത്തേ. എന്ത് പോവാ നമുക്ക്? ഒരു ഉമ്മ കൊടുത്തേ. ഭയങ്കര ഡിമാൻഡ് ആണോ? ക്ലാസ് എടുക്കട്ടെ. ആ ഓക്കെ, ടാറ്റാ. ഓക്കെ ബൈ. ഓക്കെ, then where will Ardi go to? Our next activity is where will Ardi go to? എവിടെയാണ് ആരതി ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ബൈ ബ്രെഡ് ആൻഡ് വെജിറ്റബിൾസ്. ബ്രെഡും വെജിറ്റബിൾസും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി എവിടെ പോണം? എം എന്നാണ് ഫസ്റ്റ് ലെറ്റർ കൊടുത്തിട്ടുള്ളത് അല്ലേ? എവിടെയാണ് മോനെ അലൻ? അലൻ മാർക്കറ്റ്. ഓക്കെ, അപ്പൊ മാർക്കറ്റ് എന്ന് നമ്മൾ അവിടെ എഴുതണം അല്ലേ? എം അവിടെ ഉണ്ട്, ബാക്കി എഴുതുക. ARKET, മാർക്കറ്റ്. നിങ്ങൾക്ക് അറിയാലോ, സ്പെല്ലിംഗ് ഒക്കെ അറിയാലോ മാർക്കറ്റിന്റെ ഒക്കെ. ഏതെങ്കിലും സ്പെല്ലിംഗ് അറിയാത്തതുണ്ടെങ്കിൽ ചോദിക്കാം. മാർക്കറ്റ്. Market, first one. Buy bread and vegetables. Buy bread and vegetables, we go to market. And next, keep her mother's jewelry safely. അമ്മയുടെ ജ്വല്ലറീസ് ഒക്കെ സേഫ് ആയിട്ട് വെക്കണം അല്ലേ? അപ്പോൾ ഈ ജ്വല്ലറീസ് ഒക്കെ സേഫ് ആയിട്ട് വെക്കാൻ വേണ്ടി നമ്മൾ എവിടെയാണ് പോവേണ്ടത് എന്നാണ് ചോദിക്കുന്നത് അല്ലേ? എവിടെയാണ് ഷാസാദ്? Where we go to keep her mother's jewelry safely? Unmute ചെയ്തേ മോനെ. ബി എന്നുള്ള ഫസ്റ്റ് ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ എവിടെയാണ് നമ്മൾ പോവേണ്ടത്? എവിടെയാണ് ഷാസാദ്? അതൊന്ന് മ്യൂട്ട് ചെയ്തേ മോനെ. ഒന്ന് മ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ചെയ്തത് അഗെയിൻ. Okay, then Tessa, which is the answer? Keep her mother's jewelry safely. Where we go? Bank. Okay, ബാങ്കിലാണ് നമ്മൾ പോകേണ്ടത് അല്ലേ? എന്താണ്, നമ്മുടെ ആരതിയുടെ അമ്മയുടെ ഗോൾഡ് ഒക്കെ സേഫ് ആയിട്ട് വെക്കണം അവർക്കല്ലേ? അതിനു വേണ്ടി നമ്മൾ ബാങ്കിൽ പോവും. ബാങ്ക്. Then third, report a theft. നമ്മൾ എവിടെ പോവും? ഒരു തെഫ്റ്റ് റിപ്പോർട്ട് ചെയ്യാൻ നമ്മൾ എവിടെ പോവും എറിക്? Where we go to report a theft? Police station.
പോലീസ് സ്റ്റേഷൻ അല്ലേ? ആരെങ്കിലും നമ്മുടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയാല് അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എവിടെ പോണം? പോലീസ് സ്റ്റേഷനിൽ പോണം അല്ലേ? പോലീസ് സ്റ്റേഷൻ. We go to a police station to report a theft. Then next, buy postcards. Where we go to buy postcards? Answer. Where we go to buy a postcard? Post office. Post office. Okay. പോസ്റ്റ് ഓഫീസിലാണ് നമ്മൾ പോകേണ്ടത് അല്ലേ? എന്തിന്? ബൈ എ പോസ്റ്റ് കാർഡ്. പോസ്റ്റ് ഓഫീസ്. We go to post office to buy a postcard. Postcard, envelope and stamp. ഇതൊക്കെ വാങ്ങിക്കാൻ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോകണം. മാർക്കറ്റ്, ബാങ്ക്, പോലീസ് സ്റ്റേഷൻ, പോസ്റ്റ് ഓഫീസ്. ആൻഡ് ദെൻ Then Amanna, last one. See a doctor. See a doctor. എവിടെയാ പോകേണ്ടത്? പോകുന്നുണ്ടോ? ഹോസ്പിറ്റൽ അല്ലേ? We go to a hospital to see a doctor. അമ്മ എവിടെയാ പുല്ലെത്താൻ പോകുന്നത്? Hospital. Market, police station, post office and hospital. മ്യൂട്ട് ചെയ്യണേ. മ്യൂട്ട് ആകാത്ത ആരൊക്കെയോ ഉണ്ട്. എറിക് ആണോ എന്ന് നോക്കിയേ മോനെ. എറിക്. Okay, fine. Then നമ്മൾ പറഞ്ഞു അല്ലേ? ബൈ ബ്രെഡ് ആൻഡ് വെജിറ്റബിൾസ് വി ഗോ ടു മാർക്കറ്റ്. കീപ് ഹർ മദേഴ്സ് ജ്വല്ലറി സേഫ്ലി. ഗോ ടു ബാങ്ക്. റിപ്പോർട്ട് എ തെഫ്റ്റ്. വി ഗോ ടു പോലീസ് സ്റ്റേഷൻ. ബൈ പോസ്റ്റ് കാർഡ്സ്. വി ഗോ ടു പോസ്റ്റ് ഓഫീസ്. സീ എ ഡോക്ടർ. വി ഗോസ് ടു എ ഹോസ്പിറ്റൽ. ഓക്കെ. Then look at the pictures. Tick the places that are found in your neighborhood. നമ്മുടെ നൈബർഹുഡിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്ന് നമ്മൾ ടിക്ക് ചെയ്യാണ് വേണ്ടത് അല്ലേ? അപ്പോൾ അത് സിമ്പിളാണ്. ഇതിൽ നിങ്ങളുടെ നൈബർഹുഡിലുള്ള കാര്യങ്ങളൊക്കെ ടിക്ക് ചെയ്യാം. ഇറ്റ് ഈസ് എ സിമ്പിൾ വൺ. ദെൻ ക്വസ്റ്റ്യൻ ആൻസർ. ദെൻ ലാസ്റ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ. Anna has lost a letter she wrote to her grandmother. Can you help her find it? നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്യാൻ പറഞ്ഞു അല്ലേ? അത് നല്ല ഈസിയാണ്. എല്ലാവർക്കും എന്താണ് ചെയ്യാൻ നല്ല ഇഷ്ടമുണ്ടാവും അല്ലേ? ആമന്നെയൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചെയ്തിട്ടുണ്ടോ? നല്ല ഈസി ആയിട്ടുള്ള നല്ല ഫണ്ണി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഓക്കെ, എല്ലാവരും ചെയ്തു. ഓക്കെ, ഫൈൻ. Then we are going to start our new portion. തുടങ്ങാം അല്ലേ? നമുക്ക് ജസ്റ്റ് ഒന്ന് തുടങ്ങാം അല്ലേ നമ്മുടെ നെക്സ്റ്റ് പോർഷൻ. ഓക്കെ, നെക്സ്റ്റ് പേജ്. പേജ് നമ്പർ 162. How we travel is our new chapter. How we travel. Okay. നമ്മുടെ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചുള്ള ഒരു പോർഷൻ ആണ് അല്ലേ? നമ്മൾ എവിടെയെങ്കിലും ഒക്കെ എല്ലാ ദിവസവും പോകാറുണ്ട് അല്ലേ? സോ നമ്മുടെ ഏതൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ പോർഷനിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സിമ്പിൾ ആണ്. ചെറിയൊരു പോർഷൻ ആണ് അല്ലേ? ചെറിയൊരു പോർഷൻ ആണ്. കുറച്ചധികം ആക്ടിവിറ്റികൾ ഉണ്ട് അതിൽ തന്നിട്ട്. പക്ഷെ പോർഷൻ എന്താണ്? വളരെ ചെറുതാണ്. അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഒരു പോർഷനും കൂടെ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ ഫിനിഷ് ആകാൻ. പക്ഷെ നമ്മുടെ ലാസ്റ്റ് പോർഷൻ കുറച്ച് വലിയ പോർഷൻ ആണ്. ബി സേഫ് എന്നുള്ള പോർഷൻ
കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷെ ട്രാൻസ്പോർട്ടേഷൻ ചെറിയൊരു പോർഷനാണ്. സേഫ്റ്റി ഹാബിറ്റ്സ്, ഫസ്റ്റ് എയ്ഡ് എന്നുള്ള ഒരു പോർഷനും കൂടി ഉണ്ട്. അത് കുറച്ച് അധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ദെൻ ഹൗ വി ട്രാവൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രാവൽ ചെയ്യാറ് എന്നുള്ളതാണ് പറയുന്നത് അല്ലേ. നമ്മൾ എല്ലാ ദിവസവും എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് പോവുക എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് എന്താണ്, എല്ലാത്തിലെയും പോലെ ഓഡ് വൺ ഔട്ട് ചെയ്യാൻ വേണ്ടി ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. സർക്കിൾ ദ ഓഡ് വൺ ഇൻ ഈച്ച് ഗ്രൂപ്പ്. എല്ലാ ഗ്രൂപ്പിലുമുള്ള ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വേർഡിനെ നമ്മൾ സർക്കിൾ ചെയ്യണം. ആദ്യം തന്നിട്ടുള്ള വേർഡ് ഏതൊക്കെയാണ് എന്നുള്ളത് ഒന്ന് വായിക്കാം മോളെ. ഹന്ന ഒന്ന് വായിച്ചു മോളെ. ഫസ്റ്റ് നമ്പർ 1 എന്നിട്ടിട്ടുള്ളത് ഒന്ന് വായിക്കാം. പേജ് നമ്പർ 162. ഹൗ വി ട്രാവൽ. Yes. Hannah, what happened? Read it, first one. എന്താണ് അത് വായിക്കാം? Then ആർക്കാണ് വായിക്കാൻ പറ്റുക ഇപ്പൊ അത്? Then okay, അജിത്. Okay, അജിത് ജോസഫ്. അജിത്ത് വായിക്കാൻ വേണ്ടി പോകുന്നുണ്ടേ. Hundreds of years ago, people walked from. Listen here. First activity ആണ് മിസ് പറഞ്ഞത്. അതിനു മുമ്പേ ഒരു ബോക്സിൽ കുറെ ആക്ടിവിറ്റി തന്നിട്ടുണ്ടല്ലോ, അതാണ് വായിക്കേണ്ടത്. 1 എന്ന് നമ്പർ ഇട്ടിട്ട് ഓഡ് 1 ചെയ്യാൻ വേണ്ടി. Aeroplane, camel, scooter, baker, sheep, elephant, tricycle, driver, train, horse, motorcycle, cyclist, mule, rocket, cycle. Okay. Then അത് എങ്ങനെയാണ് ആ ആക്ടിവിറ്റി ചെയ്യേണ്ടത് എന്ന് മനസ്സിലായോ? നമ്പർ 1 എന്നിട്ടിട്ടുള്ളത് നേരെയുള്ള റോ ആണ്. അതില് ഓഡ് 1 ആയിട്ടുള്ള ഒന്ന് അവര് സർക്കിൾ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ അത് ഏതാണ് മോളെ അനിഹ? ഫസ്റ്റ് വൺ നേരെയുള്ളത് അവര് ചെയ്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചേ. ആ റോ എങ്ങനെയാണ് വരിക എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലാവാൻ വേണ്ടിയാണ് വായിക്കാൻ പറഞ്ഞത്. അത് 1 എന്നുള്ളത് ബേക്കർ എന്നവര് റൗണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ബാക്കിയൊക്കെ എന്താണ്? പൈലറ്റ്, ഡ്രൈവർ, സൈക്ലിസ്റ്റ്, ഇവരൊക്കെ ട്രാൻസ്പോർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലേ. പൈലറ്റ് എന്താണ്? എയ്റോപ്ലെയിൻ, പ്ലെയിനിന്റെ എന്താണ്. ദെൻ ഡ്രൈവർ എന്താണ്? എല്ലാ വാഹനങ്ങളും ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. സൈക്ലിസ്റ്റ് സൈക്കിൾ ഓടിക്കുന്ന ആളാണ്. ദെൻ ബേക്കർ എന്താണ്? ബേക്കർ ഈസ് ദ പേഴ്സൺ ഹു മേക്ക് ദ ബേക്കറീസ്. ബേക്കറി ഒക്കെ ഉണ്ടാക്കുന്ന ആളെയാണ് ബേക്കർ എന്ന് പറയാ അല്ലെ. ബേക്കറി സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യുന്ന ആളുകളാണ് ബേക്കർ. സോ ദാറ്റ് ഓഡ് 1 ഈസ് ബേക്കർ. അവരവിടെ എക്സാമ്പിൾ ആയിട്ട് നമുക്കത് തന്നിട്ടുണ്ട്. ദെൻ സെക്കൻഡ്, രണ്ടാമത്തതില് ഓഡ് 1 ഏതാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അത് ഏതാണ് എന്ന് നമ്മൾ ഫൗണ്ട് ചെയ്യണം. സോ അമന, റീഡ് സെക്കൻഡ് വൺ. അല്ലേ, മ്യൂളാണ് ഓഡ് 1. ഒക്കെ ഒന്ന് വായിച്ചു മോളെ. Aeroplane, ship, train, mule. Yes, airplane, ship, train, mule. Aeroplane എന്നവിടെ തന്നിട്ടില്ല, എയർപ്ലെയിൻ എന്നാണ്. Then both are same. രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. എയ്റോപ്ലെയിനിന്റെ കുറച്ചും കൂടി അഡ്വാൻസ് വേർഷൻ ആണ്
എയർപ്ലെയിൻ. നമ്മള് പറയുമ്പോ എങ്ങനെയാണ് എയ്റോപ്ലെയിൻ എന്ന് പറയുമായിരുന്നു, പക്ഷെ ഇപ്പോ അത് എയർപ്ലെയിൻ. സോ we called it airplane. So aeroplane തന്നെയാണ് എയർപ്ലെയിനും, രണ്ടും സെയിം ആണ്. അപ്പൊ അതിൽ നിന്ന് ഓഡ് വൺ ആയിട്ടത് മ്യൂൾ ആണ്. മ്യൂൾ എന്താണ്? മ്യൂൾ എന്താണ്? ആർക്കെങ്കിലും അറിയോ എന്താണ് മോളെ അമന്ന മ്യൂൾ? അൺമ്യൂട്ട് ചെയ്തേ. കഴുതയാണല്ലേ മ്യൂൾ. നമ്മുടെ കഴുതയുടെ തന്നെ ടൈപ്പിലുള്ള കോവർ കഴുതയാണ് നമ്മൾ മ്യൂൾ എന്ന് പറയാം. ബാക്കിയുള്ളതൊക്കെ എന്താണ്? എയറോപ്ലെയിൻ, ഷിപ്പ്, ട്രെയിൻ ആർ ട്രാൻസ്പോർട്ടേഷൻ. മ്യൂള് മാത്രമാണ് അതില് ഓഡ് വൺ ആയിട്ടുള്ളത് അല്ലേ? അതൊരു ആനിമൽ ആണ്. ബാക്കിയുള്ളതൊക്കെ വെഹിക്കിൾ ആണ്. സോ മ്യൂൾ എന്നുള്ളത് സർക്കിൾ ചെയ്യുക. ദാറ്റ് ഈസ് ദ ഓഡ് വൺ, മ്യൂൾ. Then number 3. ചെയ്തല്ലോ, മ്യൂള് സർക്കിൾ ചെയ്യുക എല്ലാവരും. Then okay, Ifra, number 3. Camel, elephant, horse, rocket. Which is rocket? Rocket, okay. ബാക്കിയുള്ളതൊക്കെ ആനിമൽസ് ആണ് അല്ലേ? Camel, elephant, horse, rocket. And rocket is the odd one. അറിയാലോ, rocket ആണ് അതില് odd one ആയിട്ടുള്ളത്. Then rocket സർക്കിൾ ചെയ്യാം. Then ഷിഫാന വായിച്ചു മോളെ. Scooter, tricycle, motorcycle, cycle. Which is the odd one? Scooter. സ്കൂട്ടർ. സ്കൂട്ടർ ആണ് അതില് ഓഡ് വൺ ആയിട്ടുള്ളത് അല്ലേ? സ്കൂട്ടർ, ട്രൈസൈക്കിൾ, മോട്ടോർ സൈക്കിൾ, സൈക്കിൾ ആർ ദ വേർഷൻസ് ഓഫ് സൈക്കിൾ. ദെൻ സ്കൂട്ടർ ഈസ് ദ ഓഡ് വൺ. സ്കൂട്ടർ എന്നുള്ളതാണ് സർക്കിൾ ചെയ്യേണ്ടത്. ചെയ്തല്ലോ. ഫസ്റ്റ് വൺ ബേക്കർ അവർ തന്നിട്ടുണ്ട്. സെക്കൻഡ് മ്യൂൾ, തേർഡ് റോക്കറ്റ്, ഫോർത്ത് സ്കൂട്ടർ. എല്ലാരും സർക്കിൾ ചെയ്തല്ലോ. ഓക്കെ, ദെൻ നമുക്ക് പോർഷൻ സ്റ്റാർട്ട് ചെയ്യാം. ലിസൺ. Hundreds of years ago, people walked from one place to another. Later, they used animals to pull carriages and carts. എന്താണ്? Hundreds of years ago. 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ? ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പറയാറുണ്ട് അല്ലേ? പണ്ട് 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 എന്ന് പറയാറില്ലേ? അങ്ങനെ പണ്ട് 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 ആളുകളൊന്നും എന്ത് ചെയ്യാറില്ലായിരുന്നു? വാഹനത്തിൽ പോവാറില്ലായിരുന്നു അല്ലേ? There is no vehicle of hundreds of years ago. Then people walked from one place to another place. People walked to one place to another. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എങ്ങനെയാ പോയിക്കൊണ്ടിരുന്നത്? നടന്നിട്ട് അല്ലേ? നടന്നിട്ടാണ് പോവുക. ഇന്നത്തെ പോലെ വണ്ടികൾ ഉണ്ടോ? ഇന്ന് നമ്മള് നമ്മുടെ വീടിന്റെ അടുത്തുള്ള സ്ഥലത്തേക്ക് പോലും എന്ത് ചെയ്യാറില്ല? നടന്നു പോവാറില്ല അല്ലേ? എങ്ങോട്ടെങ്കിലും നടന്നു പോവാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമാണോ? വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും നടന്നു പോവൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവോ? കുറെ പേർക്ക് ഉണ്ട് അല്ലേ? പക്ഷേ എനിക്കൊന്നും ഇഷ്ടമല്ല. എനിക്ക് എപ്പോഴും നടന്നു പോവാനൊക്കെ മടിയാണ്. അങ്ങനെയാണ് ഇപ്പൊ അല്ലേ? അപ്പൊ ചില ദിവസം വൈകുന്നേരം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് മിസ്സിന്റെ വീട് കുറച്ച് അടുത്താണ്. അടുത്ത് മീൻസ് വണ്ടിയിൽ പോവുകയാണെങ്കിൽ ഒരു 5-6 മിനിറ്റ് വേണം ഇവിടുന്ന് വീട്ടിലേക്ക്. പക്ഷെ നടക്കുകയാണെങ്കിൽ കുറച്ചധികം സമയം വേണം. അപ്പൊ ചില ദിവസങ്ങളിലൊക്കെ അങ്ങനെയാണ്. എല്ലാവർക്കും നടക്കാനൊക്കെ മടിയാണിപ്പോ. നിങ്ങൾ കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് എങ്ങോട്ടെങ്കിലും ഒക്കെ നടന്നു പോവാൻ നിങ്ങൾ ഹാപ്പിയാണ്. പക്ഷെ വലിയ ആളുകൾക്കൊക്കെ മടിയാണ്. നിങ്ങളുടെ അമ്മയോടൊക്കെ എങ്ങോട്ടെങ്കിലും നടന്നു പോവാൻ അമ്മയോടും അച്ഛനോടൊക്കെ പറയുകയാണെങ്കിൽ അവർക്കൊക്കെ മടിയുണ്ടാവും. ഇപ്പൊ എല്ലാവർക്കും നടന്നു പോവാൻ ഭയങ്കര മടിയാണ്. പക്ഷെ hundreds of years ago, 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ എങ്ങനെയാ പോയിക്കൊണ്ടിരുന്നേ?
നടന്നിട്ടാണ് എല്ലാ സ്ഥലത്തും പോയിക്കൊണ്ടിരുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ എപ്പോഴും നടന്നു പോവാണ് ചെയ്യാറ്. Then later they used animals to pull carriages and carts. പിന്നെ അവിടെ നിന്ന് ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? എന്താണ് മോളെ ഫാത്തിമ മെഹ്റിൻ? മിസ്സിനെ വിളിച്ചിട്ടില്ല ഞാന്. കൈ പൊക്കിയ പോലെ മിസ്സിന് തോന്നി. സോ അതുകൊണ്ടാണ് ചോദിച്ചത്. Then later they used animals to pull carriages and carts. പിന്നെ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? ആനിമൽസിനെ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. എന്തിന്? വണ്ടികൾ വലിച്ചു കൊണ്ട് പോവാൻ വേണ്ടി അല്ലേ? പിന്നെയാണ് കുതിരവണ്ടിയും കാളവണ്ടിയും ഒക്കെ ഉണ്ടായതല്ലേ? ഇപ്പൊ ഉണ്ടോ കുതിരവണ്ടിയും കാളവണ്ടിയും ഒക്കെ? ഇപ്പൊ ഉണ്ട്. എവിടെയാണ്? നമ്മൾ ഏതെങ്കിലും പ്ലേസ് ഒക്കെ വിസിറ്റ് ചെയ്യാനൊക്കെ പോവുകയാണെങ്കിൽ, നമ്മൾ ഏതെങ്കിലും ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് വേണ്ടിയിട്ട് എന്താണ്, നമ്മൾ പേ ചെയ്തിട്ട് നമ്മളെ അത്യാവശ്യം ഒന്ന് നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി കാളവണ്ടിയും കുതിരവണ്ടിയും ഒക്കെ ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും വിസിറ്റ് ചെയ്യാനൊക്കെ പോവുകയാണെങ്കിൽ അവിടെയൊക്കെ കാണാറുണ്ട്. നമ്മൾ അങ്ങോട്ട് പേ ചെയ്തിട്ട് അതിൽ കയറി ഒരു റൗണ്ടൊക്കെ ചുറ്റിയിട്ട് വരാറുണ്ട്. അതെന്താണ്? അത് നമ്മൾ സാധാരണയായിട്ട് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഒന്നും യൂസ് ചെയ്യാറില്ല. സോ ലേറ്റർ ദേ യൂസ്ഡ് ആനിമൽ ടു പുൾ കാരേജസ് ആൻഡ് കാർട്ട്സ്. പിന്നെയാണ് കുറേ കാലം ഇങ്ങനെ നടന്ന് കഴിഞ്ഞപ്പോൾ അവസാനം അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? ആനിമൽസിനെ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. കാളവണ്ടിയും കുതിരവണ്ടിയും ഒക്കെ പിന്നീടാണ് ഉണ്ടായത് പോകാൻ വേണ്ടി. Then today we have different means of transportation. ഇന്ന് നമുക്ക് എന്താണ്? ഒരുപാട് വഴികളുണ്ട് അല്ലേ? എന്തിന്? ട്രാൻസ്പോർട്ടേഷന് വേണ്ടി. സൈക്കിൾ ഉണ്ട്, കാർ ഉണ്ട്, സ്കൂട്ടർ, ബസ്, എയ്റോപ്ലെയിൻ, ട്രെയിൻ, അങ്ങനെ ഒരുപാട്, ഓട്ടോറിക്ഷ, ബൈക്ക്, സ്കൂട്ടർ, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്കൊക്കെ എന്ത്, നടന്നു പോകാൻ മടിയുള്ളത് അല്ലേ? പണ്ട് വണ്ടിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? എങ്ങനെയെങ്കിലും ഒക്കെ നടന്നു പോകണം. പക്ഷെ ഇപ്പൊ എന്താണ്? ഒരുപാട് വണ്ടികൾ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഒരു വണ്ടി ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു വണ്ടി കിട്ടും അല്ലേ? അഥവാ ബസ് പോയി, എങ്ങോട്ടെങ്കിലും നമുക്ക് ബസ്സിൽ പോകണം, ബസ്സിന്റെ ടൈം കഴിഞ്ഞ് ബസ് പോയി, നമ്മൾ ഉടനെ എന്ത് ചെയ്യും? ഓട്ടോറിക്ഷ ഒക്കെ ആക്കിയിട്ട് സ്പെഷ്യൽ ആക്കും അല്ലേ? ചിലപ്പോൾ ഓട്ടോറിക്ഷ. ഇപ്പൊ എന്താണ്? ബസ്സിൽ തന്നെ പോകുന്ന ആളുകൾ വളരെ കുറവാണ് അല്ലേ? എല്ലാവർക്കും അവരവരുടെ വാഹനങ്ങൾ ഉണ്ട്. കാറ്, ബൈക്ക്, സ്കൂട്ടർ ഒക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ട് അല്ലേ? ഓട്ടോറിക്ഷ, ഇതൊക്കെ ഉണ്ട്. സോ നമ്മൾ അങ്ങനെ നടന്നു പോകേണ്ട ആവശ്യം വരാറേ ഇല്ല. ബൈക്കെങ്കിലും ഇല്ലാത്ത വീടുകൾ ഇപ്പോൾ ഉണ്ടാവില്ല. ഒരു വീട്ടിൽ എന്താണ്? അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അച്ഛന് ബൈക്ക് ഉണ്ടാവും, അമ്മയ്ക്ക് സ്കൂട്ടി ഉണ്ടാവും. ഇപ്പൊ അങ്ങനെയാണ് എല്ലാ സ്ഥലത്തും അല്ലേ? അതുകൊണ്ട് എന്താണ്? ഒരു വണ്ടി ഇല്ലെങ്കിൽ നമ്മൾ വേറെ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒരിക്കലും നമ്മൾ നടന്നു പോകാൻ വേണ്ടി നിൽക്കാറില്ല. ഒരുപാട് ഫെസിലിറ്റീസ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. സോ ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ